യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. നമുക്കെല്ലാം ഒത്തിരി സുപരിചിതമായൊരു വാക്കാണിത്, അല്ലേ? അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അവർക്ക് വീഞ്ഞില്ല. യഥാർത്ഥത്തിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ശക്തി ലോകം മനസ്സിലാക്കാൻ ആരംഭിച്ച ഒരു സംഭവമാണത്. കാനായിലെ വിവാഹ വിരുന്ന്. ഇതാണ് ദൈവമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇതാണ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മാതാവ് പറയും, ആ വീട്ടിൽ പൈസയില്ല, അവിടെ സമ്പത്തില്ല, ജോലിയില്ല, എന്നാൽ രോഗമുണ്ട്, ദുരിതമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ അവൻ്റെ അമ്മ അവനോട് പറയും. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞാൽ അവൻ ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ജപമാല പ്രാർത്ഥനയുടെ പ്രസക്തി. ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ നമ്മുടെ അമ്മയെ കാണിക്കുകയാണ്. നമ്മുടെ ആ അവസ്ഥ, ഇല്ലായ്മ, അല്ലെങ്കിൽ കണ്ണുനീർ, അല്ലെങ്കിൽ കഷ്ടപ്പാട്, ഇത് മറിയം കാണുന്നു. മറിയം അവൻ്റെ അമ്മയോട് പറയുന്നു. നമുക്കതുകൊണ്ട് ജപമാലയ്ക്ക് വേണ്ടി ഒരുങ്ങാം. വലിയ ഒരുക്കത്തോടെ നമ്മുടെ കഷ്ടപ്പാടുകളും കണ്ണുനീരുമൊക്കെ. നമുക്കറിയാം, മക്കളുടെ വേദന ഏറ്റവും അധികം മനസ്സിലാക്കുന്നത്, അറിയാവുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മമാർക്കായതുകൊണ്ട് നമ്മുടെ വേദനകളും കണ്ണുനീരുമൊക്കെ ദൈവ മാതാവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് ഈ സമയത്ത് ആരെങ്കിലും കത്തുകൾ എഴുതി കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തുകൾ ഇവിടെ നിക്ഷേപിക്കാം. പുറത്ത് പേപ്പറുണ്ട്, ആവശ്യമുള്ളവർക്ക് എഴുതി നമ്മുടെ നിയോഗങ്ങൾ ഇവിടെ നിക്ഷേപിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നതുമാണ്. നമുക്കതുകൊണ്ട് ഒന്ന് ജപമാലെല്ലാം കയ്യിലെടുത്ത് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങൾ ഒരു നിമിഷം കണ്ണീരടച്ച് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ, എവിടെയാണ് ഈശോ വരേണ്ടത്, എവിടെയാണ് ഈശോ ഇടപെടേണ്ടത്, എന്താണ് നിനക്ക് അത്യാവശ്യമുള്ളത്, അതെല്ലാം വന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജപമാലയ്ക്ക് വേണ്ടി ഒരുങ്ങാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിൽ, ഈ ദശകത്തിൽ, ഈ രഹസ്യത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും നമുക്കൊന്ന് മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒരുപാട് പ്രാർത്ഥിച്ച് മടുത്തുപോയ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഈശോ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഇതുവരെയും കേട്ടിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, സ്വീകാര്യമായ സമയത്ത് നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ നിന്നെ ഞാൻ സഹായിക്കും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷങ്ങളിലൂടെ, മാസങ്ങളിലൂടെ നാം പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളെയും, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത എല്ലാ വിഷയങ്ങളെയും ഈ സമയങ്ങളിൽ പരിശുദ്ധ അമ്മ വഴി ദൈവപിതാവിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശ്രവിക്കുന്നവനാണ്. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നിൽക്കും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. പ്രാർത്ഥിച്ച മടുത്ത ഒരു കുടുംബമാണോ, ഒരു ജീവിതമാണോ നിൻ്റേത്? എന്നാൽ പ്രത്യാശയോടുകൂടെ വീണ്ടും നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ മാതാവ് വഴി ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജെറമ്യാ 32:27 വചനം ഇപ്രകാരം പറയുന്നില്ലേ, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇരു കരങ്ങളും സ്വർഗത്തോളം ഒന്ന് ഉയർത്തി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ ലഭിക്കാത്ത, സ്വർഗം ഇടപെടാത്ത എല്ലാ നിയോഗങ്ങളെയും ഈ സമയങ്ങൾ ഉയർത്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ആരാധന 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 ആരാധന. വായി തുറന്ന് വിളിക്കാമോ? യേശുവേ, ആരാധന 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 ആരാധന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും, പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി കാണും. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും, പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി കാണും. രണ്ടാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴിയായി എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ രോഗങ്ങളെയും ഇപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് അത്ഭുതകരമായി സൗഖ്യം അയക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവരെയും ഈ സമയം ഓർക്കാം. ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവർ, നിങ്ങൾ ഓരോരുത്തരുടെയും രോഗങ്ങളും ഭവനത്തിലായിരിക്കുന്നവരുടെ രോഗങ്ങളും സമർപ്പിച്ച് കഠിനമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിൻ്റെ സഹന നാളുകളിൽ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ചോദിക്കാം. ഈശോ അത്ഭുതകരമായി സൗഖ്യം നൽകുവാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമുക്ക് പറയാം. മാതാവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും രോഗങ്ങൾ, പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, രോഗങ്ങളാൽ തകർന്ന കുടുംബങ്ങൾ, മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രിയപുത്രൻ്റെ അടുത്ത് അമ്മ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഈ രോഗങ്ങളിൽ ഈശോ ഇടപെടാൻ, അത്ഭുതകരമായി സൗഖ്യം നൽകുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി എല്ലാ രോഗികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഈടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഈടണമേ നൽവരങ്ങൾ. മൂന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തോട് ചേർത്ത് ജോലിയില്ലാതെ ക്ലേശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നമുക്ക് ഈ സമയങ്ങളിൽ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയുടെ നെറ്റിത്തടത്തിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകളിൽ അവിടുന്ന് അനുഭവിച്ച വേദന, അപമാനം അവയോട് ചേർത്ത് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നമുക്ക് ഈ സമയങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ, നമുക്ക് പരിചയത്തിലുള്ളവർ, അങ്ങനെ എല്ലാവരും നമുക്ക് ഈ സമയങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠനം പൂർത്തിയാക്കിയിട്ട് കുറേ നാളുകളായി, പക്ഷേ ഇതുവരെ ഒരു ജോലി ലഭിച്ചിട്ടില്ല. ജോലിയില്ലാത്തത് മൂലം സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഈ സമയങ്ങളിൽ നമുക്ക് ഓർക്കാം. ഉള്ള ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെ കൂടി നമുക്ക് ഈ സമയങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഈ സമയങ്ങളിൽ നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ഈ സമയങ്ങളിൽ ഓർക്കാം. മനുഷ്യൻ്റെ പ്രവൃത്തികൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നു. മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആ വചനം നമുക്ക് വിശ്വസിക്കാം. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും, നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെയും, നമുക്ക് പരിചയമുള്ളവരെയും എല്ലാവരെയും ഈ സമയങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിന്റെ കർത്താവായ യേശുവേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷയ്ക്കണമേ, രക്ഷയ്ക്കണമേ, ഈശോയെ, രക്ഷയ്ക്കണമേ, ഈശോയെ, രക്ഷകനീശോയെ, ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് രക്ഷയ്ക്കണമേ, ഈശോയെ, രക്ഷയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, രക്ഷയ്ക്കണമേ, ഞങ്ങളുടെ പ്രതീക്ഷകളിലേക്ക് രക്ഷകനീശോയെ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. രക്ഷയ്ക്കണമേ, ഈശോയെ, രക്ഷയ്ക്കണമേ, ഈ നിമിഷം തന്നെ കർത്താവേ, രക്ഷയ്ക്കണമേ, രക്ഷകനീശോയെ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഗ്രഹാത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. നമുക്ക് ഈ ഈശോ കുരിശ് ചുമന്നതിൻ്റെ യോഗ്യതകളെ പ്രതി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാം. ഫാത്തിമയിലെ രഹസ്യങ്ങളിൽ മാതാവിലൂടെ വെളിപ്പെട്ട രഹസ്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനത്തെ പോരാട്ടം കുടുംബങ്ങൾക്കെതിരെ ആയിരിക്കുമെന്ന് നമ്മളത് കാണുന്നു. അനേകം കൂതാശകൾ, വിവാഹമെന്ന കൂതാശ നിഷേധിക്കുന്ന അനേകരുണ്ടാകുന്നു. ലിവിങ് ടുഗദർ പോലുള്ള ജീവിതശൈലികൾ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ കലഹങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന കുടുംബങ്ങൾ, മദ്യവും മയക്കുമരുന്നും കൂടെ തകർന്നു പോകുന്ന കുടുംബങ്ങളെല്ലാം നമ്മൾ കാണുന്നു.
എന്നാൽ ഇതിനെല്ലാം മധ്യേ നന്നായി ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ച ഭവനങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇനിയും ഉയർന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് അനേകർക്ക് മാതൃകയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. നമുക്കറിയാം, ഈശോയിലൂടെയാണ് ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുക. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളാൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങ് കുരിശ് ചുമന്നതിൻ്റെ യോഗ്യതകളാൽ എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങൾ അറിയുന്ന തകർന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ കരുണ ഈ സമയം അവരിലേക്ക് വർഷിക്കണമേ. നമുക്ക് അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താം. ഈശോയെ കുരിശു ചുമന്നതിന്റെ യോഗ്യതയാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം പരിശുദ്ധത്തെ ആരാധിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ സാന്നിധ്യം ഈ സമയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ തകർന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും വീണ്ടും പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ കുരിശു ചുമന്നതിന്റെ യോഗ്യതകളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളെയും പുനരുദ്ധരിക്കപ്പെടണമേ, ശക്തിപ്പെടുത്തണമേ. എല്ലാ ശാപബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കണ്ടെത്താത്ത എല്ലാ പ്രശ്നങ്ങളും നീങ്ങി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കണമേ എൻ കുടുംബത്തെന്നും, അനുഗ്രഹമാക്കണമേ എൻ കുടുംബത്തെന്നും, അനുഗ്രഹമാക്കണമേ എൻ കുടുംബത്തെന്നും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ, 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 ആവേ മരിയ. അഞ്ചാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. മാതാവിൻ്റെ കരങ്ങളിലേക്ക് പലപ്പോഴും നമ്മുടെ ഉറക്കം പോലും കെടുത്തുന്ന, നമ്മുടെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കടഭാരത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കടഭാരങ്ങൾ അമ്മയെ ഒന്ന് കാണിക്കാം. നമുക്ക് ബാങ്കിലുള്ള ലക്ഷങ്ങളുടെ കടം, കോടികളുടെ കടം, ബിസിനസ് തകർന്നതോ, കൃഷി പരാജയപ്പെട്ടതോ, മക്കളെ പഠിപ്പിക്കാൻ ലോൺ എടുത്തതോ, എങ്ങനെയെങ്കിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടബാധ്യതയുള്ള വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ ദുഃഖപീഡയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പലപ്പോഴും ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല, വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവ് ഒത്തിരി നിരാശയുണ്ടാകുന്നു. സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഓ ദൈവമാതാവേ, ഞങ്ങൾ അമ്മയുടെ സഹായം പിടിച്ച് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ, ഈ മേഖലയെ ഒന്ന് അമ്മ ഈശോയെ കാണിച്ചു കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയുണ്ട്. ജപ്തി ഭീഷണിയിലൂടെ കടന്നു പോകുന്ന വീടുകളുണ്ട്. കടക്കാർ പണം ചോദിച്ച് കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ദൈവമാതാവേ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മറ്റാരും അറിയാത്ത, മറ്റാരോടും പറയാത്ത, മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ ദുഃഖപീഡയിലേക്ക് ദൈവമാതാവേ അമ്മ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ആ കടഭാരത്തെ, ആയിരങ്ങളോ ലക്ഷങ്ങളോ കോടിയോ ഒക്കെ ആയിരിക്കാം, ആ എമൗണ്ട് പല ബാങ്കുകളിലുണ്ടായിരിക്കും, അനേക വ്യക്തികൾക്ക് കൊടുക്കാനുണ്ടായിരിക്കാം. ഈ കടഭാരങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അതിന് കാരണം എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ അത് നമ്മുടെ പരാജയമൊക്കെ ആയിരിക്കാം. ഇതും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഈ വേദനയിലേക്ക് ഈ രാത്രിയിൽ അമ്മ കടന്നു വരണമേ. ഒന്ന് ഈശോയെ ക്ഷണിക്കണമേ. അവർക്ക് വീഞ്ഞു തീർന്നു പോയി, അവർക്ക് വീഞ്ഞില്ല എന്ന് പുത്രനോട് പറഞ്ഞതുപോലെ ദൈവമാതാവേ അമ്മ പുത്രനോട് പറയണമേ, ഈ കുടുംബത്തിന് സാമ്പത്തികമായി വലിയ വേദന അനുഭവിക്കുന്നു, ഇവർ കടഭാരത്തിലൂടെ കടന്നു പോകുന്നു, ഇവർ ഒത്തിരി കഷ്ടപ്പെടുന്നു, എൻ്റെ ഈ മക്കൾ വേദനിക്കുന്നു. ദൈവമാതാവേ അമ്മ ഈശോയോട് പറയണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ എല്ലാ വേദനകളും, കടഭാരങ്ങളെ, ബാധ്യതകളെ, കാർഷിക തകർച്ചയെ, കുടുംബത്തെ മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത കുറഞ്ഞ വരുമാനത്തെ, കൂടിയ ചെലവുകൾ, ഇതെല്ലാം ഒന്ന് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അമ്മയിലൂടെ ഒന്ന് ദൈവകുമാരൻ്റെ തൃക്കരങ്ങളിലേക്ക്, അവൻ സർവശക്തനാണ്, അവന് അസാധ്യമായി ഒന്നുമില്ല, നമുക്കെല്ലാം നൽകുന്നത് കർത്താവാണ്. ആ സന്നിധിയിലേക്ക് അമ്മയിലൂടെ ഉയർത്തി നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലേക്ക് അങ്ങേ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിലേക്ക് അങ്ങേ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടഭാരങ്ങളിലേക്ക്, ഞങ്ങളുടെ ബാധ്യതകളിലേക്ക് ഈശോയെ അങ്ങേ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ മക്കൾ പ്രാർത്ഥിക്കുന്നു, ഈശോയെ മക്കൾ വിളിക്കുന്നു. സർവശക്തനായ കർത്താവേ മക്കൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കണ്ണുനീരിലേക്ക് ഞങ്ങൾക്കായി വഴികളെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേദനയിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നൊമ്പരത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയെ അവിടുന്ന് ക്രമീകരിച്ചു തരണമേ കർത്താവേ. കടഭാരങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. കടക്കെണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിന് തകർച്ച കാരണമായ കടക്കടയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മാതാവേ പ്രാർത്ഥിച്ചിടണമേ, അമ്മേ മാതാവേ പ്രാർത്ഥിച്ചിടണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാം കടഭാരങ്ങളെ അമ്മയിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്കൊന്ന് കരങ്ങൾ വിരിച്ച് പിടിച്ച് ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി ഞങ്ങളുടെ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം.
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുട്ടുമരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. നിതരാം നിർമ്മലമാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, ശ്രീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം
മേഷമേ നാഥ. പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. ഞങ്ങളിൽ കനിയേണമേ. ഇരിക്കുക.